സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. കോഴിക്കോട്ടും വയനാട്ടിലും ഇന്ന് റെഡ് അലേർട്ടാണ്. 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. ബാക്കി 10 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് അടുത്ത 3 ദിവസം ശക്തമായ കാറ്റോടുകൂടി കാലവർഷം സജീവമാകും. സനിസ തിരുവനന്തപുരത്തും വിശദാംശങ്ങൾ നൽകും. സനിസ, എന്താണ് പുതിയ മുന്നറിയിപ്പുകൾ? ഇന്നിപ്പോൾ ഈ പകലിൽ കനത്ത മഴയെ തുടർന്ന് ഏതൊക്കെ ഭാഗങ്ങളിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്? പുതിയ മുന്നറിയിപ്പുകൾക്ക് അടിസ്ഥാനപരമായ കാലാവസ്ഥാ വകുപ്പിൽ നിന്നുള്ള അറിയിപ്പ് എന്താണ്? സൈഫുദ്ദീൻ, ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുകയാണ്. വരുന്ന 3 ദിവസവും മഴ കനക്കുമെന്ന മുന്നറിയിപ്പാണ് ലഭിക്കുന്നത്. ഇന്ന് തെക്കൻ കേരളത്തിൽ മഴയ്ക്കൊരു ശമനമുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് റെഡ് അലേർട്ട്. ബാക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ പത്തനംതിട്ട ജില്ലയിൽ ഓറഞ്ച് അലേർട്ടായിരുന്നു, പിന്നീട് അത് യെല്ലോ അലേർട്ടിലേക്ക് മാറുകയായിരുന്നു ഉണ്ടായത്. നമുക്ക് അവസാനമായി ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിലായി 42ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. അതിൽ തന്നെ 330ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അതിൽ 1888 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് വലിയ രീതിയിൽ മഴ കനക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. കൂടാതെ തന്നെ ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് ഉണ്ട്. മത്സ്യബന്ധനത്തിനുള്ള കർണാടക, കേരള, ലക്ഷദ്വീപ് ഉൾക്കടലിൽ മത്സ്യബന്ധനം നിരോധിച്ചതിൻ്റെ തീയതി നീട്ടിയിരിക്കുകയാണ്. 1-ാം തീയതി വരെ മത്സ്യബന്ധനം നിരോധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ 9 ജില്ലകളിൽ പ്രളയ മുന്നറിയിപ്പുള്ളത് കൊണ്ട് തന്നെ കടുത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. മലയോര മേഖലകളിലും തീരപ്രദേശ മേഖലകളിലുമൊക്കെ കടുത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. സൈഫുദ്ദീൻ, ശരി, സനിസയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.